പ്രിയമുള്ളവരെ, നമ്മുടെ തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഒരു വിശേഷം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് പ്രവേശിക്കാം. വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, ക്ഷേത്രത്തിൽ പോയാൽ അവിടുത്തെ ഭഗവാൻ ശിവൻ്റെ ശിവലിംഗം നമുക്ക് കാണാൻ കഴിയില്ല. അത് വെണ്ണ കൊണ്ട് നെയ്യ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. നൂറ്റാണ്ടുകളായി ഭഗവാന് അർപ്പിച്ചിരിക്കുന്ന നെയ്യ് കൊണ്ട് അവിടെ ഒരു നെയ്മല ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് 17 അടി ഉയരത്തിൽ വരെ ഈ നെയ്മലയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രസകരമായ, കൗതുകകരമായ, അത്ഭുതകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ശ്രീകോവിലിനുള്ളിൽ വിളക്ക് കൊളുത്തുന്നുണ്ട്, പുറത്തെ ചൂടുണ്ട്, ഈ നെയ്യ് ഉരുകാറില്ല. കാലങ്ങളായി ഇങ്ങനെ നെയ്യ് അവിടെ ഭഗവാൻ അഭിഷേകം ചെയ്ത് 17 അടി ഉയരത്തിലുള്ള ഒരു നെയ്മല ഉണ്ടായി വന്നിട്ടും ഭഗവാന്റെ ശിവലിംഗം ഈ നെയ്മലയ്ക്കുള്ളിലാണ്. അപ്പോൾ ഇത്രയും കാലം അവിടെ കിടന്നിട്ടും ഒരു ദുർഗന്ധമില്ല, പ്രാണികളോ ഉറുമ്പോ ഒന്നും അവിടെ കയറാറുമില്ല. പക്ഷേ ഇടയ്ക്ക് ഈ നെയ്മലയിൽ ചില ഭാഗം ഇടിഞ്ഞു വീഴും. ഈ വർഷം 2026 ഏപ്രിൽ മാസത്തിൽ ഇങ്ങനെ നെയ്മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഏതാണ്ട് 11.5 കിലോ നെയ്യാണ് ഇടിഞ്ഞു വീണത്. എല്ലാവരും വല്ലാത്ത ആശങ്കയിലായി. കാരണം നെയ്മല ഇടിഞ്ഞു വീണാൽ ദേശത്തിന് ഒരാപത്ത് വരുമെന്നാണ് കാലങ്ങളായുള്ള വിശ്വാസം. ഇത് പലപ്പോഴും ശരിയായിട്ടുണ്ട്. ഇക്കുറിയും ഇങ്ങനെ നെയ്മല മെയ് മാസത്തിൽ ഇടിഞ്ഞു വീണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ നമ്മൾ കേട്ടു, ഒരു വെടിക്കെട്ട് അപകടമുണ്ടായി, കുറച്ചാളുകൾ മരിച്ചു. ഇതൊരു വിശ്വാസമാണ്, കാലങ്ങളായിട്ടുള്ള വിശ്വാസം. ഭഗവാന്റെ നെയ്മലയ്ക്ക് ഇടിവ് പറ്റിയാൽ ദേശത്ത് ആപത്തുണ്ടാകും. ഇത് ദേശനാഥനാണ് വടക്കുംനാഥൻ. എറണാകുളത്തപ്പൻ ദേശനാഥനാണ്, പൂർണ്ണത്രയീശൻ ദേശനാഥനാണ്, ശ്രീപത്മനാഭനും ദേശനാഥനാണ്. അപ്പോൾ ദേശനാഥ സങ്കല്പത്തിലുള്ള ദൈവസങ്കല്പമാണ് വടക്കുംനാഥനിലും ഇരിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു സങ്കല്പമാണ് കാശ്മീരിലെ അമർനാഥ് ഗുഹയുമായി ബന്ധപ്പെട്ടുള്ള. അമർനാഥ് ഗുഹയിൽ ഭഗവാന്റെ ശിവലിംഗം മഞ്ഞുകൊണ്ട് സ്വയം ഉണ്ടായി വരും. അമരനായ നാഥൻ, അമരനായ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമാണ് അമർനാഥ് ഗുഹ. ഇവിടേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തീർത്ഥാടനത്തിന് പോകുന്നത്. അവിടെ നെയ്യ് വന്ന് ശിവലിംഗം സ്വയം ഉണ്ടായി വരുന്ന അത്ഭുതകരമായ കാഴ്ച കാണാൻ, പിന്നെ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ആ സമയത്തുണ്ടാകുമെന്നാണ് ആളുകൾ കരുതുന്നത്. അതുകൊണ്ടാണ് വലിയ ത്യാഗങ്ങൾ സഹിച്ച് കഷ്ടപ്പെട്ട് ഭീകരന്മാരുടെ ആക്രമണവും വെടിയുണ്ടയും ഏത് നിമിഷവും തങ്ങളെ തേടി വരുമെന്ന് അറിഞ്ഞിട്ടും ലക്ഷക്കണക്കിന് ആളുകൾ അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് പോകുന്നു. ഇക്കുറി ജൂലൈ മാസം 3-ാം തീയതി, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 10-ാം തീയതിയാണ്. ജൂലൈ മാസം 3-ാം തീയതി അമർനാഥ് തീർത്ഥയാത്ര ആരംഭിച്ചു. 52 ദിവസമാണ് ഇത് നീണ്ടു നിൽക്കുന്നത്. ഈ 52 ദിവസവും കൊണ്ട് ദിവസവും 20,000-30,000 ആളുകളൊക്കെയാണ് അവിടെ വന്ന് ദർശിക്കുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമർനാഥ് ഗുഹയിലുള്ള ഭഗവാന്റെ ശിവലിംഗം കാണാനില്ല. ആരും എടുത്തുകൊണ്ട് പോയതല്ല. അത് മഞ്ഞുകൊണ്ട് സ്വയം ഉണ്ടാവുന്ന ഈ ശിവലിംഗം ഉരുകി ഉരുകി തീർന്നിരിക്കുന്നു. എന്നു പറഞ്ഞാൽ ഇനി അമർനാഥ് ഘോഷയാത്ര തീർത്ഥയാത്രയിൽ പങ്കെടുത്ത് ഈ ദിവ്യ ശിവലിംഗം, മഞ്ഞാലുണ്ടാവുന്ന ശിവലിംഗം കാണാൻ എത്തുന്നവർക്ക് അത് കാണാൻ കഴിയില്ല. പല കാരണങ്ങൾ പറയുന്നുണ്ട്. ചൂട് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ചുറ്റും സമീപ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ദോഷകരമായ എഫക്റ്റ് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അതല്ല, ഇനി ഈ പറഞ്ഞതുപോലെ ആഗോള താപനത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ച് ഞാൻ തൃശ്ശൂരെ കാര്യം പറഞ്ഞതുപോലെ, വടക്കുംനാഥൻ്റെ കാര്യം പറഞ്ഞതുപോലെ വല്ലാത്ത ആപൽശങ്ക ഉണ്ടായിരിക്കുന്നു. മുൻകാലങ്ങളിലൊക്കെ ഇതുപോലെ ചില വർഷങ്ങളിൽ ഇങ്ങനെ ശിവലിംഗം മഞ്ഞ് ഉരുകി പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ 2007-ലും 2018-ലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ പൂർണ്ണമായിട്ടില്ല. ചില ഭാഗം പൂർണ്ണമായിട്ടും ഈ ശിവലിംഗം കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇക്കുറി പൂർണ്ണമായും അമർനാഥ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്ന ഭക്തർക്ക് ഈ ശിവലിംഗങ്ങൾ കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരിക്കുന്നു. ഇത് വല്ലാത്തൊരു ആശങ്ക ഭക്തർക്കുള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നമ്മൾ എന്താണ് ഈ അമർനാഥ് തീർത്ഥാടനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഭഗവാൻ ശിവൻ ഈ 52 ദിവസങ്ങൾ ഈ ഗുഹയിൽ ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഭഗവാന്റെ കഴുത്തിലെ തലയോട്ടി മാലയുടെ രഹസ്യം എന്താണ്, എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ അമരനായിട്ടിരിക്കുന്നത് എന്നറിയാൻ പാർവതി ദേവി ഒരു ദിവസം ആ അമരത്വത്തിൻ്റെ, ഈ കഴുത്തിലെ തലയോട്ടി മാലയുടെ രഹസ്യം ഭഗവാനോട് ചോദിച്ചു എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഇത് പറയുമ്പോൾ, അമരത്വ രഹസ്യം പറയുമ്പോൾ മറ്റാരും കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും വിജനമായ ഒരു സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് മഹാദേവൻ പാർവതി ദേവിയെയും കൂട്ടിക്കൊണ്ട് ഈ ഗുഹയിൽ, അമർനാഥിലെ ഗുഹയിലേക്ക് വന്നു എന്നാണ് വിശ്വാസം. എന്നിട്ട് പോകുന്ന വഴിക്ക് നന്ദിദേവനെ പഹൽഗാമിൽ ഉപേക്ഷിച്ചു. ജടയിലെ ചന്ദ്രനെ ചന്ദൻവാരിയിൽ ഉപേക്ഷിച്ചു. പാമ്പുകളെ ശേഷനാഗിൽ ഉപേക്ഷിച്ചു. ഗണേശനെ
മഹാഗുണ സ്റ്റോപ്പിൽ ഉപേക്ഷിച്ചു. അങ്ങനെ പാർവതിയും മഹാദേവനും മാത്രമായി അമർനാഥിലെ ഈ ഗുഹയിലെത്തി. അവിടെ വെച്ച് അമരത്വത്തിൻ്റെ രഹസ്യം പാർവതി ദേവിയോട് പറഞ്ഞു എന്നാണ് വിശ്വാസം. പക്ഷേ അവിടെ ഒരു അബദ്ധം പറ്റി. അവിടെ 2 പ്രാവിൻ്റെ മുട്ടകളുണ്ടായിരുന്നു. അവർ ഈ അതിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ഈ അമരത്വ രഹസ്യം ഭഗവാൻ പറയുന്നത് കേട്ടതോടുകൂടി ആ പ്രാവുകൾക്കും അമരത്വം വന്നു. അവർ ഇപ്പോഴും ആ ഗുഹയിലുണ്ട് എന്നൊക്കെയാണ് വിശ്വാസം. ഏതായാലും ഇതാണ് വിശ്വാസം. ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ അവിടെ ഉണ്ട് എന്നുള്ള സങ്കല്പത്തിലാണ് 52 ദിവസം കൈലാസത്തിൽ നിന്ന് സാക്ഷാൽ പരമേശ്വരൻ അമർനാഥ് ഗുഹയിൽ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നൂറ്റാണ്ടുകളായി ഈ അമർനാഥ് തീർത്ഥാടനം നടക്കുന്നത്. പക്ഷേ മഞ്ഞുരുകി ഈ ശിവലിംഗം ഇല്ലാതായാൽ അതിൻ്റെ അർത്ഥം ചില അനർത്ഥങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമല്ല, ഭഗവാൻ തിരിച്ച് കൈലാസത്തിലേക്ക് പോയി എന്ന് കരുതുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് വല്ലാത്ത ആശങ്കയാണ്. എന്തുകൊണ്ടാണ് ഭഗവാന്റെ തിരുസ്വരൂപമായ ഈ മഞ്ഞുകൊണ്ടുള്ള അത്ഭുത ശിവലിംഗം ഇല്ലാതാവുന്നത് എന്നുള്ള ആശങ്ക, എന്തെങ്കിലും ആപത്ത് വരാൻ പോവുകയാണോ എന്നൊക്കെ ശങ്കിക്കുന്നവരുണ്ട്. നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് അഹിതമായ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എങ്ങനെയാണ് ഈ അമർനാഥ് യാത്രയ്ക്ക് പോവുക എന്നുള്ള സ്വാഭാവികമായൊരു സംശയം നിങ്ങൾക്കുണ്ടാകും. അതുകൂടെ പറഞ്ഞുതരാം. അതുകൂടെ പറഞ്ഞിട്ട് വേണം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ. അതായത് 2 വഴിയുണ്ട് അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് പോകാൻ. ഒന്ന് ബാൽത്താൽ വഴി, കുറഞ്ഞ ദൂരമാണ്, 14 കിലോമീറ്റർ മതി. കുത്തനെയുള്ള കയറ്റമാണ്. രാവിലെ പോയിട്ട് പക്ഷേ വൈകിട്ട് തിരിച്ചു വരാം. പക്ഷേ ആയാസകരമായ യാത്രയാണ് ബാൽത്താൽ വഴിയുള്ള 14 കിലോമീറ്ററുള്ള യാത്ര. അത് മറ്റൊരു പാതയുള്ളത് നേരത്തെ പറഞ്ഞ പഹൽഗാം നമുക്ക് മറക്കാൻ കഴിയില്ല. പഹൽഗാം വഴിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു 36 മുതൽ 48 കിലോമീറ്റർ വരെയുണ്ട്. പരമ്പരാഗത പാതയാണ്. താരതമ്യേന കഷ്ടപ്പാട് കുറഞ്ഞ യാത്രയാണ്. പക്ഷേ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ എടുക്കും ആ വഴി പോയിട്ട് തിരിച്ചു വരാൻ. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന് 13,500 അടി ഉയരത്തിലാണ് അമർനാഥ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കുള്ള യാത്ര കഠിനതരമായ യാത്രയാണ്. പക്ഷേ ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പോകുന്നുണ്ട്. 13 വയസ്സിന് താഴെയും 75 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ അനുവദിക്കുന്നില്ല. ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. അതുകൂടാതെ അവിടെ എത്തിക്കഴിഞ്ഞാൽ RFID കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് അവിടെ എടുക്കണം. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണമാണ്. അങ്ങനെയാണ് അമർനാഥ് യാത്ര എല്ലാ വർഷവും നടക്കുന്നത്. വലിയ കഷ്ടപ്പെട്ട് ഉള്ള യാത്രയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭീകരന്മാരുടെ ആക്രമണം നടന്നിട്ടുണ്ട്. അതായത് ഇത് പറയുമ്പോൾ ഈ അതിർത്തി ലൈൻ ഓഫ് കൺട്രോളിൻ്റെ LOCയുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അമർനാഥ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വളരെ പെട്ടെന്ന് അവിടെ എത്തി മലയിടുക്കുകളിലും മറ്റും ഒളിഞ്ഞിരുന്ന് തീർത്ഥയാത്ര ഇതിനെ ഉപദ്രവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട്, പിന്നെ ഓക്സിജൻ അവിടെ കുറവാണ്. അത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഭീകരരുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ആർമി സുരക്ഷ ഒരുക്കിയാണ് ഈ തീർത്ഥാടകരെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 2000 ഓഗസ്റ്റ് മാസത്തിൽ നുൻവാസ് എന്ന് പറയുന്ന ബേസ് ക്യാമ്പുണ്ട്. ബേസ് ക്യാമ്പിൽ വന്ന് ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ നിന്നാണ് ബാച്ചായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ ബേസ് ക്യാമ്പിൽ ഭീകരർ ആക്രമണം നടത്തി 32 പേർ കൊല്ലപ്പെട്ടു. 2021-ലും 22-ലും ശേഷനാഗ്, നേരത്തെ പറഞ്ഞില്ലേ, ശേഷനാഗിൽ വെച്ച് ഗ്രനേഡ് ആക്രമണം നടത്തി ഭീകരന്മാർ. അവിടെയും നിരവധി പേർ കൊല്ലപ്പെട്ടു. 2017 ജൂലൈ 10-ന് ഈ പറഞ്ഞതുപോലെ മറ്റൊരു ഭീകരാക്രമണം ഉണ്ടായി. 8 പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഞാൻ പറയാൻ വന്ന പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ദേവാലയങ്ങളുണ്ടല്ലേ. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ അതിപ്രശസ്തമായ ഭീമാപ്പള്ളി മുസ്ലിം പള്ളിയാണ്. പിന്നെ ഈ ഹിന്ദു, ഇപ്പം മലയാറ്റൂർ അല്ലെങ്കിൽ വല്ലാർപാടം എന്ന് പറയുന്ന ക്രിസ്ത്യൻ പള്ളികൾ, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് ആരാധനാലയങ്ങളുണ്ട്, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ നോക്കൂ, ഈ പറഞ്ഞ ഭീമാപ്പള്ളിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വല്ലാർപാടം പള്ളിക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെയോ മുസ്ലിമുകളുടെയോ ആരാധനാലയങ്ങൾക്കൊന്നും തോക്കേന്തിയ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നില്ല. ശ്രീപത്മനാഭന് കാവലുണ്ട്, ശബരിമല അയ്യപ്പന് കാവലുണ്ട്. ഇവിടെ ഗുരുവായൂർ വന്നാൽ അവിടെയും മെഷീൻ ഗണ്ണൊക്കെ ആയിട്ട് സായുധ പോലീസ് കാവൽ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾക്ക് മാത്രം കാവൽ നിൽക്കുന്നത്? ഹിന്ദുക്കളുടെ തീർത്ഥാടനങ്ങൾക്ക് വേണ്ടി മാത്രം എന്തിനാണ് പട്ടാളം നിൽക്കേണ്ടി വരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിത് പറയുമ്പോൾ ഇതിനിടയ്ക്കും വർഗീയത പറയുകയാണെന്ന് പറയരുത്. പക്ഷേ സത്യം പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും 100 കോടിക്കടുത്ത് ഹിന്ദുക്കളാണ്. പിന്നെ ഹിന്ദുക്കൾക്ക് എന്താണ് ഈ നാട്ടിൽ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾക്ക് മാത്രമേ കാവലുള്ളൂ. ഹിന്ദുക്കളുടെ തീർത്ഥാടനത്തിന് മാത്രമേ പട്ടാളം കാവൽ നിൽക്കേണ്ടി വരുന്നുള്ളൂ. ഇല്ലെങ്കിൽ ആ ഹിന്ദുക്കളുടെ തീർത്ഥാടന യാത്രകൾ ആക്രമിക്കപ്പെടും.
ആരാക്രമിക്കും? ഉത്തരം നിങ്ങൾക്കറിയാം. പക്ഷേ എന്തിൻ്റെ പേരിലാണ് അവർ ആക്രമിക്കുന്നത്? മതത്തിൻ്റെ പേരിലാണ്. നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷമുള്ള രാജ്യമായിരുന്നിട്ടും നമ്മുടെ ആരാധനാലയങ്ങൾ, നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ തീർത്ഥയാത്രകൾ ഇതൊക്കെ വലിയ ഭീഷണിയിലാണ്. ഭീകര ഭീഷണി. ഭീകരർ എന്ന് പറയും. ഭീകരർക്ക് മതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭീകരർക്ക് മതമൊന്നുമില്ല എന്ന് പറയും. എന്നാൽ ഭീകരർ ആരെയെങ്കിലും മതത്തിൻ്റെ പേര് പറഞ്ഞ് കൊന്നാൽ അതിനെ അപലപിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ചില ആളുകൾ പരസ്യമായിട്ട് വന്നിട്ട് അങ്ങനെ കൊന്ന എൻ്റെ സഹോദരങ്ങൾക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടും. അങ്ങനെ പോസ്റ്റ് ഇടുന്നവനെ പിടികൂടി കേസെടുത്താൽ അവൻ നിരപരാധിയാണ്, അവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് വെളുപ്പിക്കാൻ ആൾ വരും. അപ്പോൾ ഹിന്ദു ഭൂരിപക്ഷമുള്ള നമ്മുടെ രാജ്യത്ത് ശരിക്കും ഹിന്ദുവിന് അവൻ്റെ ആരാധനാലയങ്ങൾ കൊണ്ടു നടക്കാൻ, അവൻ്റെ തീർത്ഥാടനങ്ങൾ നടത്താൻ പട്ടാളത്തിൻ്റെ സഹായം വേണം, പോലീസിൻ്റെ സഹായം വേണം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ ബംഗ്ലാദേശിലെ ഹിന്ദുവിനെ കുറിച്ച് നിലവിളിക്കും, പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ ഇല്ലാതായി എന്ന് പറയും. പക്ഷേ ഇന്ത്യയിലെ ഹിന്ദുക്കളോ? അവിടെയൊക്കെ ന്യൂനപക്ഷമായതുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു, ഇവിടെയോ ഭൂരിപക്ഷമായതുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു. ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. ഇതുകൂടി അമർനാഥിലെ കാര്യം പറയുമ്പോൾ പറയാതെ വയ്യ. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക കേന്ദ്ര സർക്കാർ സുരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് പട്ടാളത്തെ, CRPFനെയൊക്കെ വഴി നീള നിർത്തി പട്ടാളത്തിൻ്റെ അകമ്പടിയോടെയാണ് പ്രിയപ്പെട്ടവരെ ഹിന്ദുക്കളുടെ പരിപാവനമായ അമർനാഥ് തീർത്ഥയാത്ര ഇപ്പോഴും നടക്കുന്നത്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഹിന്ദുക്കൾക്ക് ഈ നാട്ടിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത് ചുമ്മാതാണ്. എന്തുകൊണ്ടാണ് ഭീകരന്മാർ പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നുവന്നും കാശ്മീരിലുള്ള തദ്ദേശീയരായ ആളുകളും തോക്കെടുത്ത് ഹിന്ദുക്കളുടെ തീർത്ഥാടനത്തെ ആക്രമിക്കുന്നത്? എന്തിനാണ്? ആലോചിച്ചിട്ടുണ്ടോ? കാശ്മീർ വേറെ രാജ്യമാക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് പറഞ്ഞാൽ അവർ വേണേൽ പോയി പട്ടാളത്തിനോടും പോലീസിനോടും യുദ്ധം ചെയ്ത് കാശ്മീരിനെ മോചിപ്പിക്കട്ടെ. അതല്ലേ വേണ്ടത്? നിരപരാധികളായ രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വരുന്ന ഹിന്ദു ഭക്തന്മാരെ ആക്രമിക്കുന്നത് എന്തിനാണ്? തീർച്ചയായിട്ടും അത് കാശ്മീരിന് വേണ്ടിയൊന്നുമല്ല, കാഫിർ ആയതുകൊണ്ടാണ്. കാഫിറുകളെ കൊല്ലുക എന്നുള്ളത് ഒരു ചര്യ ആയി വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് മരണാനന്തരം സ്വർഗം കിട്ടും, സുബർക്കം കിട്ടുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസം ചെറുതിലേ മുതൽ അടിച്ച് തലമണ്ടയ്ക്കകത്ത് കയറ്റുന്നത് കൊണ്ടാണ്. ഇതുകൂടി പറയാതെ തരമില്ല. ഏതായാലും അമർനാഥിലെ മഹാദേവൻ്റെ സാന്നിധ്യം, ഈ മഞ്ഞുകൊണ്ടുള്ള ശിവലിംഗം കാണാതായി വന്നത് ഒരുപാട് പേരെ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് മഹാദേവനോട് പ്രാർത്ഥിക്കാം, നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ജനങ്ങൾക്കും ശ്രേയസ് ഉണ്ടാവട്ടെ, നന്മയുണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹങ്ങൾ അവർ നമുക്കുമേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. ഏതായാലും ഇന്ത്യ ലൈവ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു, നിർഭയം പറയുന്നു, സധൈര്യം പറയുന്നു. അത് പറയാനുള്ള കരുത്ത് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്, കണ്ടിട്ടങ്ങ് പോവുകയാണ്. അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണേ.